കൂട്ടുകാരെ, നമ്മൾ ഈ മീൻ പിടിക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏകദേശം എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കുട്ടനാടാണെന്നാണ് പോകുന്നത്. ഒരു ദിവസം രാവിലെ നമ്മൾ വരാലിനെ അടിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഏരിയയിൽ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. സംഭവം ഒരു 3 പേര് നിന്നിട്ട് പോളയിലൂടെ വാരി അവിടെ രണ്ട് വല അപ്പുറം ഇപ്പുറം താത്തിട്ട് വരാലിനെ പിടിക്കുക. സംഭവം കണ്ടപ്പോൾ എനിക്ക് സൂചിച്ചു, സംഭവം മീൻപിടുത്തമല്ലേ, അത് ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്. പക്ഷേ അവരുടെ കഷ്ടപ്പാട് ഒരുപാട് കഷ്ടപ്പെടും. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ മീൻ പിടിക്കാൻ പോകും ഇതുപോലുള്ള ഈ വെള്ളത്തിൽ കാണുമ്പോൾ നമ്മളൊന്ന് കാല് തൊട്ടാൽ തന്നെ നമ്മൾ കരയ്ക്ക് ഒരു നല്ല വെള്ളത്തിൽ കാല് കഴിയും. നമ്മൾ ഇറങ്ങി അങ്ങനെ നിൽക്കാറില്ല. പക്ഷേ ഇത് അവർ അരയറ്റം വെള്ളത്തിൽ നിന്നിട്ട് എത്ര നാളത്തെ, എനിക്ക് തോന്നുന്നൊരു 1 വർഷത്തിനടുത്ത് ചിലപ്പോൾ കാണുമല്ലോ അതിനകത്ത് ആ ചപ്പും കാര്യങ്ങളും എല്ലാം കിടക്കുന്നത്. അവർക്ക് അതൊന്നൊരു വിഷയമല്ല. അവർക്ക് അവിടെ ഇന്നത്തെ കാര്യം അവർക്ക് അറിയാവുന്ന ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കാം അവരിറങ്ങി നല്ല കാര്യമായിട്ട് മീനെല്ലാം ഓടിച്ച് വലയ്ക്കകത്തൊക്കെ കയറ്റുകയും കാര്യങ്ങൾ ഭയങ്കര രസമായിരുന്നു. കാണാൻ നമുക്ക് രസമാണ്, പക്ഷേ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ. മീൻ പിടിക്കാൻ പോയി സത്യം പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നിട്ട് 1 2 വരാലിനെയാണ് കിട്ടിയത്. പക്ഷേ ഇവർക്ക് ഞാൻ ഉദ്ദേശിച്ച അത്രയും മീൻ ഇവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഇവരുടെ ആ കഷ്ടപ്പാടനുസരിച്ചുള്ള മീൻ അവർക്ക് കിട്ടിയില്ല. എന്തായാലും സംഭവം പൊളിയായിരുന്നു. നമ്മുടെ കൂടെ നമ്മളൊരു പയ്യനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ ഏകദേശം ഒരു 4 മണി വരെയോളം നിന്നു. പക്ഷേ നമുക്ക് മീനെ കിട്ടിയില്ല. ഇവർ മീൻ പിടിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നു കേട്ടോ. നമ്മളെ ഊമ്പിച്ചോണ്ട് പോയെന്ന് പറയാം. അന്ന് നിങ്ങളെ ഊമ്പിച്ചോണ്ട് പോയി, അതിൻ്റെ പേര് പത്തിന് പോയി കിടന്നാണ്. അടിവരെ വെള്ളോട്ടേക്ക് കണ്ടതിനെ വെക്കാൻ ആ ഉറി പിടിച്ചു. ഉറി ഇത് നിന്റെ കൈ വരണ്ട ഉറിയാ. കാര്യം അടച്ചു പിടിച്ചത് എന്താ
നിനക്കെന്താണ് വേണ്ടത് കൊച്ചിന്? ഇവൻ എപ്പോൾ കെട്ടിയാലും അവിടുത്തെ ആക്കി എന്താ കെട്ടി ഞങ്ങൾ വീട് മീൻ പിറക്കോ ഞാൻ പോയിട്ട് ഇതുണ്ടെന്ന് മതി. അവന് എഴുതാൻ അവിടെ പൊറോട്ട ഇല്ല മറ്റേ ദോശ എല്ലാം ഉണ്ടാക്കി അവന് ദോശ മേടിച്ചാട്ടോ. ഇതേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ. അത് കിടക്കുന്നില്ലേ ഉള്ളൂ. ചേട്ടാ വലുതിനെ ഒന്ന് കാണിക്കണേ. ഇങ്ങോട്ട് മറിച്ചു എന്താ വലുതിനെ എടുത്ത് നോക്കണം. ആ എനിക്ക് ചേട്ടാ ഒന്ന് പിടിക്കാൻ പറ്റുമോ അല്ലേ? അതിനൊന്ന് എടുത്ത് കാണിക്കുമോ? കാണത്തില്ല. അവിടെ താത്ത് വെച്ചു ഇങ്ങോട്ട് ഇട്ടാ പോവും. പിന്നെ ആ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ കണ്ട ഒരു കാഴ്ച നിങ്ങളിലും എത്തിച്ചു, അത്ര തന്നെ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള എൻ്റെ മീൻപിടുത്തവും പിന്നെ ഇതുപോലുള്ള ഞാൻ കാണുന്ന മീൻപിടുത്തവും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ മാക്സിമം നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ നല്ല സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതിനകത്തുനിന്ന് ഏകദേശം ഒരു 1.5 കിലോളം വരാലിനെ ഞാൻ മേടിച്ചുകൊണ്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ന്യായമായ റേറ്റിൽ ചേട്ടന്മാർ തന്നു എനിക്ക്. എന്തായാലും അത്ര നേരം കണ്ടുകൊണ്ട് നിന്നതും പിന്നെ അവരുടെ കഷ്ടപ്പാടുകൾ കണ്ടപ്പോൾ എനിക്ക് ചില മീൻ മേടിക്കണം തോന്നി. അതുകൊണ്ട് ഞാൻ മീൻ മേടിച്ചോണ്ടാണ് പോയത്. ഇത് 2-3 വരെയും കൂടെ നോക്കിയിട്ട് പോവാം. വീഡിയോ